അപ്പോ ഈ മറ്റേ ഈ ഫാക്ടറിയുടെ അകത്ത് അതൊന്നും എടുക്കണം കട്ട് ചെയ്തു. അപ്പൊ എന്താണ് കോസ്റ്റ്ഫുൾ ഇൻഫ്ലേഷൻ? രണ്ടാമത്തെ കാര്യമാണ് ഈ കോസ്റ്റ്ഫുൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ കോസ്റ്റ്ഫുൾ രണ്ടാമത് ഇൻഫ്ലേഷൻ ഉണ്ടാവും. ഹായ് ഗൈസ്, എന്റെ പേര് ഇബ്രാഹിം ബാദ്ഷാ. നെഫ്രക്സ് യൂട്യൂബ് ചാനലിന്റെ ഭാഗമായി ഇനി മുതൽ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഞാനായിരിക്കും. നമ്മൾ കൂടുതലും ഒരു ഫിനാൻസ് അല്ലെങ്കിൽ ജോബ് റിലേറ്റഡ്, അല്ലെങ്കിൽ എങ്ങനെ ഒരു ജോബിലേക്ക് എത്താം, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ എങ്ങനെ, എന്ത് കരിയർ ചൂസ് ചെയ്താലും നിങ്ങളുടെ കരിയർ എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ എന്താണ്, ഇതൊക്കെ കണ്ടെത്തി തരാൻ അല്ലെങ്കിൽ അതിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ ഗൈഡ് ചെയ്യാനായിരിക്കും ഞങ്ങൾ കൂടുതൽ അങ്ങനത്തെ റിലേറ്റഡ് കണ്ടന്റ് ആയിരിക്കും നമ്മൾ കൂടുതൽ ഇനി മുതൽ ഇടാൻ പോകുന്നത്. അല്ലെങ്കിൽ എങ്ങനെ ഫൈനാൻസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോബ് എങ്ങനെ കണ്ടെത്താം, അല്ലെങ്കിൽ ജോബ് കണ്ടെത്തിയതിനു ശേഷം നിങ്ങൾക്ക് ഒരു സാലറി ഉണ്ടാവില്ല, ആ സാലറിയിൽ നിന്ന് നിങ്ങൾക്ക് ആ മണി എങ്ങനെ മാനേജ് ചെയ്യാം. ഇപ്പൊ നമുക്ക് പൈസ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ആണ് പൈസ എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ റിലേറ്റഡ് നിങ്ങൾക്ക് എങ്ങനെ ഒരു സക്സസ്ഫുൾ ലൈഫിലോട്ട് എത്താം എന്നുള്ളൊരു കണ്ടന്റ് ആയിരിക്കും നമ്മൾ കൂടുതൽ ഇടാൻ പോകുന്നത്. അപ്പോ നമ്മൾ അതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ആദ്യത്തെ കണ്ടന്റ് ഇൻഫ്ലേഷൻ എന്താന്നുള്ളൊരു സംഭവമായിരിക്കും നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത്. എന്താണ് ഇൻഫ്ലേഷൻ? ഇപ്പോ കഴിഞ്ഞ കാലഘട്ടം അല്ലെങ്കിൽ കുറച്ച് നാൾ നമ്മുടെ ഫാദറിന്റെ ഫാദർ അല്ലെങ്കിൽ നമ്മുടെ ഫാദർ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇപ്പോ നമ്മുടെ ചെറുപ്പത്തില് പല കാര്യങ്ങളുടെ റേറ്റ് അല്ലായിരിക്കും ഇപ്പൊ വരുന്നത്. ഇപ്പൊ എല്ലാത്തിന്റെ റേറ്റ് കൂടിയതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്താണ് ഇൻഫ്ലേഷൻ? ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് കാലകാലമായിട്ട് പൈസ കൂടുന്നതിനാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. പൈസ ഇപ്പോ നമുക്ക് നമ്മുടെ ചെറുപ്പപ്രായത്തിൽ ഇപ്പൊ എനിക്കൊരു 8 അല്ലെങ്കിൽ 9 വയസ്സുള്ളപ്പോ ഒരു സാധനത്തിന്റെ വില, ഇപ്പൊ ഒരു ചായയുടെ വില അല്ലായിരിക്കും ഇപ്പോൾ ഉള്ളത്. അതായത് പല സാധനങ്ങളുടെ റേറ്റ് കൂടുന്നത്. ഇപ്പൊ പെട്രോളിന് തന്നെ പെട്രോൾ ഒരു 30 40 എന്നുള്ള രീതിയിൽ നിന്നുകൊണ്ടിരുന്ന പെട്രോൾ ഇപ്പൊ 105 രൂപ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അത് ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം എന്നുള്ളതാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്, സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അത് അത്ര സിമ്പിൾ അല്ല ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ വരുന്നത് തന്നെ 3 കാരണങ്ങൾ കൊണ്ടാണ്. അതിലൊരു കാരണം നിങ്ങൾ എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ? നമുക്കിപ്പോ നിങ്ങൾക്കറിയാം RBI ആൻഡ് ഗവൺമെന്റ് ആണ് നമ്മുടെ രാജ്യത്തെ നോട്ടുകൾ, അല്ലെങ്കിൽ കമ്മട്ടം എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മള് മറ്റേ മമ്മൂട്ടിയുടെ സിനിമകളിലൊക്കെ കമ്മട്ടം എന്നുള്ള ഒരു സാധനം കേട്ടിട്ടുണ്ടാവും. കമ്മട്ടം എന്ന് പറയുന്നത് നോട്ടിന്റെ പ്രിന്റിന്റെ ഡിസൈനാണ് കമ്മട്ടം എന്ന് പറയുന്നത്. അപ്പൊ റിസർവ് ബാങ്കിൽ തന്നെ ഇന്ത്യയിൽ 3 4 സ്ഥലങ്ങളാണ്. അതിലൊരു സ്ഥലമാണ് നമ്മുടെ റിസർവ് ബാങ്കിൽ തന്നെ 3 4 പ്രിന്റ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോ എന്തുകൊണ്ട് ഇപ്പോ ആൾക്കാരുടെ കാശില്ലാത്തൊരു അവസ്ഥ വന്നതിന് എന്തുകൊണ്ട് ഈ റിസർവ് ബാങ്കിൽ തന്നെ അവർക്ക് പ്രിന്റിംഗ് പ്രസ് ഉണ്ട്, അവരുടെ ഡിസൈൻ ഉണ്ട്, എല്ലാം ഉണ്ട്, അവർക്ക് എന്തോരം വേണമെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാം, നോട്ടടിക്കാം. എന്നിട്ടും എന്തുകൊണ്ട് ഈ നോട്ട് കൂടുതൽ അടിച്ചു കഴിഞ്ഞാൽ ആൾക്കാരിലായിട്ട് ഈ പറഞ്ഞ നോട്ട് കൂടുതൽ എത്തുകയും എല്ലാവരും കാശ് ഉണ്ടാവും, എക്കണോമി ബൂം ചെയ്യുകയും ചെയ്യില്ലേ? എന്തുകൊണ്ട് അത് റിസർവ് ബാങ്ക് ചെയ്യുന്നില്ല? അതിന്റെ കാരണമാണ് ഇൻഫ്ലേഷൻ. ഇപ്പോ നിങ്ങൾക്ക് സൊമാലിയയുടെ ഹിസ്റ്ററി ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇതേപോലെ സൊമാലിയ കുറെ വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ ഗവൺമെന്റ് ഇതേപോലെ അവരുടെ സെൻട്രൽ ബാങ്ക് ഇതേപോലെ നോട്ടടിച്ച് ഇപ്പൊ ഒരു പാല് വാങ്ങേണ്ടത് തന്നെ ആൾക്കാർ ചാക്കിൽ 2 ലക്ഷം രൂപ നോട്ടൊക്കെ ആയിട്ടാണ് പോകുന്നത്. 2 ലക്ഷം രൂപ ഒക്കെ കിട്ടിയാലാണ് ഇപ്പൊ ഒരു ഇത്. അതുകൊണ്ട് തന്നെ പൈസകൾ ഇപ്പോ നമ്മള് പലയിടത്തും കേൾക്കും. ഇപ്പൊ ഒരു ഇന്ത്യൻ റുപ്പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു $US എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 86 ഇന്ത്യൻ റുപ്പീസ് ആണ് കേൾക്കും. എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ത്യ ഇപ്പൊ 1947 ഓഗസ്റ്റ് നമ്മൾ ഇൻഡിപെൻഡൻസ് ആയ ദിവസം ഒരു $US എന്ന് പറയുന്നത് 1 ഇന്ത്യൻ റുപ്പി ആയിരുന്നു. അത് ഈ 2025 ഇത്ര കൊല്ലം 70-80 കൊല്ലത്തിന് ശേഷം ഒരു $US എന്ന് പറയുന്നത് 86 ഇന്ത്യൻ റുപ്പീസ് ആണ്. കാരണം എന്താണെന്ന് അറിയോ? ഇൻഫ്ലേഷൻ ബാധിച്ചത് കൊണ്ടാണ്. അപ്പൊ നമ്മളിപ്പോ കുറെ പൈസ അടിച്ചടിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും പൈസ എന്ത് ചെയ്യും, എത്തും. ഇപ്പോ 1 ലക്ഷം രൂപ അടിക്കുന്ന സ്ഥാനത്ത് 10 ലക്ഷം രൂപ അടിച്ചു കഴിഞ്ഞാൽ ഒരു 10 പേരുണ്ട്. 10 പേരുള്ള ഒരു രാജ്യമാണ് നിങ്ങൾ എന്ത് ചെയ്യുക, കണക്ക് കൂട്ടുക. ഈ 10 പേരുള്ള രാജ്യത്തിൽ 1 ലക്ഷം രൂപ വെച്ച് 10 പേർക്ക് കൊടുത്തു. അങ്ങനെ 10 ലക്ഷം രൂപ എന്ത് ചെയ്ത് അവിടെ സ്ഥിരമായി അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഈ നോട്ടടിക്കുന്ന ഒരു രീതിയാണ്. അത് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ എന്താണ് നോട്ടടിക്കാനുള്ള കാരണം, അല്ലെങ്കിൽ എങ്ങനെയാണ് നോട്ടടിക്കുന്നതിന്റെ ഒരു കാര്യങ്ങളെന്ന് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പൊ ഈ 10 പേർക്ക് 1 ലക്ഷം രൂപ വെച്ചിട്ട് ഗവൺമെന്റ് 10 ലക്ഷം രൂപ കൊടുത്തു. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടുത്തെ ഉള്ള സാധനങ്ങളുടെ റേറ്റ് അതിനെ ചുറ്റിപ്പറ്റിയായിരിക്കും ഉണ്ടാവുക. അതിന് പകരം ഗവൺമെന്റ് 10 ലക്ഷം രൂപ എന്നുള്ളത് ഒരു 50 ലക്ഷം രൂപ എന്ത് ചെയ്യാലും 1 കോടി രൂപ ഇറക്കിയെന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് വരും, ഈ 1 ലക്ഷം രൂപ എത്തുന്നതിന് പകരം ആൾക്കാരുടെ കയ്യിലായിട്ട് 10 ലക്ഷം രൂപ വെച്ച് വിധിച്ചെത്താൻ തുടങ്ങും. അപ്പോ നമുക്കൊരു ലിമിറ്റ് ഉണ്ടാവും. ഇപ്പൊ
ആ രാജ്യത്ത് 10 ആപ്പിൾ മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. എല്ലാ വർഷവും 10 ആപ്പിൾ മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഒരാളും ഓരോ ആപ്പിൾ വെച്ചാണ് ഒരു വർഷം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ആപ്പിളിന്റെ കോസ്റ്റ് ആണ് ഈ 1 ലക്ഷം എന്ന് വിചാരിക്കാം. അപ്പൊ ഈ വേറൊരു പുറത്തുനിന്ന് വന്ന ഒരാൾക്ക് ഈ ആപ്പിൾ വാങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ കയ്യിലും അല്ലെങ്കിൽ ഇവരുടെ രാജ്യത്തുള്ള ആൾക്കാരിൽ അത്തരം കാശുള്ളത് കൊണ്ട് എന്ത് ചെയ്യും, ഈ പറഞ്ഞ സാധനങ്ങളുടെയും കാശ് കൂടും. അതേപോലെ പിന്നെ വരുന്നതാണ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ. ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ ഒരു എക്സാമ്പിളോട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളൊരു ഫ്ലൈറ്റിൽ പോവാണ്. ഈ ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഒരു 90 എക്കണോമി സീറ്റ്സും 10 ബിസിനസ് ക്ലാസ് സീറ്റ്സും ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഈ 90 എക്കണോമി സീറ്റ്സിന് 10,000 രൂപയും ഈ വരുന്ന 10 ബിസിനസ് ക്ലാസ് സീറ്റിന് ഓരോ സീറ്റിനും ഒരു 50,000 രൂപ വെച്ചാന്ന് വിചാരിക്കാം. അപ്പോ സ്വാഭാവികമായിട്ടും എല്ലാവരും കൂടുതൽ ആൾക്കാരും ഈ പറഞ്ഞ പോലെ എക്കണോമിക് ക്ലാസ് ആയിരിക്കും. കാരണം എക്കണോമിക് ക്ലാസ്സിന് 10,000 ഉള്ളൂ, ബിസിനസ് ക്ലാസ്സിന് 40,000 കൂടുതലാണ്. സെയിം ഹവേഴ്സ് ആണ്. പിന്നെ അതിന്റെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ബിസിനസ് ക്ലാസ് കുറച്ചുകൂടെ ഹൈ ഫെസിലിറ്റീസ് ആയിരിക്കും ഈ പറഞ്ഞ എയർപ്ലെയിൻ്റെ അകത്ത് കിട്ടാം. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ 90 സീറ്റ് ആയിരിക്കും ഫിൽ ചെയ്യാൻ കൂടുതൽ ചാൻസ്. അപ്പൊ ഗവൺമെന്റ് പറയാണ് ഈ 90 പേർക്കും ഗവൺമെന്റ് ഫ്രീ ആയിട്ട് ഒരു 2 ലക്ഷം വെച്ച് തരാന്ന് പറയാണ് 90 പേർക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് പറ്റും, 2 ലക്ഷം രൂപ വെറുതെ കിട്ടാണ് കയ്യിലായിട്ട്. അപ്പൊ ഈ 10 ബിസിനസ് ക്ലാസ് സീറ്റ് എന്ത് ചെയ്യും, അവരെടുക്കാൻ നോക്കും. അപ്പൊ 90 പേർക്കും 10 ബിസിനസ് ക്ലാസ് സീറ്റ് വേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ 10 ബിസിനസ് ക്ലാസ് സീറ്റിന്റെയും വില 50,000 ആയിരിക്കില്ല, 50,000 രൂപ വരും. പിന്നെ ചിലപ്പോൾ 70,000 രൂപ. അപ്പോഴും എന്ത് ചെയ്യും, 70,000 രൂപ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ വാങ്ങാണ്ടാവും. പിന്നെ അത് 1 ലക്ഷം രൂപ ഇടും, അവിടെ 1.5 ഇടും, 2 ലക്ഷം. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ആൾക്കാരുടെ കയ്യിൽ കാശ് വന്നത് കൊണ്ട് ആ ഡിമാൻഡ് അവിടെ എന്ത് ചെയ്യാണ്, വരാണ്. എന്ന് പറയുമ്പോൾ ആ 10 ബിസിനസ് ക്ലാസ്സിന് 90 പേര് ഡിമാൻഡ് ചെയ്യാണ്. അവർ ഡിമാൻഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ എയർപ്ലെയിൻ അല്ലെങ്കിൽ എയർപ്ലെയിൻ കമ്പനിക്കാർ എന്ത് ചെയ്യും, കാശ് കൂട്ടും. കാരണം അവർക്ക് 50,000 കിട്ടുന്ന അടുത്ത് ആൾക്കാർ ഒരു ഈ 10 സീറ്റ് വേണ്ടി 90 നിൽക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യാണ്, അവര് കാശ് കൂട്ടാണ്. അങ്ങനെ ഒരു ഇൻക്രീസ് ഇൻ ഹൈക്ക് അല്ലെങ്കിൽ പൈസയുടെ ഇൻക്രീസ് എന്ത് ചെയ്യും, അവിടെ ഹാപ്പൻ ചെയ്യും. അങ്ങനെയാണ് ഒരു രീതിയിൽ എന്ത് ചെയ്യുക, ഡിമാൻഡ് കൂടുന്നത്. അതിനാണ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അടുത്തതായി ഇൻഫ്ലേഷൻ വരാനുള്ള ഒരു കാരണം കോസ്റ്റ് പുൾ ആണ്. എന്ന് പറയുമ്പോൾ സാധനങ്ങളുടെ കോസ്റ്റ് വർദ്ധിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാരണം. അതിനാണ് കോസ്റ്റ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ അതിന് വേണ്ടി ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രോപ്പർ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടി ഒരു എക്സാമ്പിളോടെ പറഞ്ഞുതരാം. ഒരു പാൽക്കാരൻ, ആ പാൽക്കാരൻ വർഷങ്ങളായിട്ട് പാലിന്റെ കച്ചവടം ചെയ്യുന്നതാണ്. അത് ചെറിയ രീതിയിൽ തുടങ്ങി ഇപ്പൊ അയാൾ വലിയൊരു ഫാക്ടറി കേട്ട് ഭയങ്കര ഒരുപാട് നമ്പർ ഓഫ് എംപ്ലോയീസ് കേട്ട് എല്ലാം ഇപ്പൊ പാലിലെല്ലാ പ്രൊഡക്ട്സും, ഇപ്പൊ പാല് അല്ലെങ്കിൽ ചീസ്, യോഗേട്ട് എല്ലാ കാര്യങ്ങളും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയായിട്ട് അയാൾ വളർന്നിരിക്കുകയാണ്. അപ്പോ ഈ കമ്പനി ഈ ഫാക്ടറി മുമ്പോട്ട് പോകാൻ വേണ്ടി അവിടെ വർക്കേഴ്സിന് സാലറി ഉണ്ടാവും. ഇപ്പൊ അതിന് ഡെലിവറി ചെയ്യാൻ വേണ്ടി ട്രക്സോ അല്ലെങ്കിൽ വെഹിക്കിൾസ് ഉണ്ടാവും. അപ്പൊ അതിന് പെട്രോൾ അടിക്കണം, അതിന്റെ മെയിൻ്റെനൻസ്. അതേപോലെ പശുക്കൾ ഉണ്ടാവും, പാല് തരാൻ വേണ്ടി പശുക്കൾ ഉണ്ടാവും, പശുക്കളുടെ കാലിത്തീറ്റ, ഇലക്ട്രിസിറ്റി ബില്ല്. അപ്പൊ ഇതിന്റെയൊക്കെ കാശ് കൂടാണ്. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, പെട്രോളിൽ തന്നെ നമ്മള് കണ്ണടിച്ചു കൊടുക്കുന്ന അനുസരിച്ചാണ് കാശ് കൂടി വരുന്നത്. എല്ലാ കൊല്ലം പതുക്കെ പതുക്കെ കാശ് ഇപ്പോ കഴിഞ്ഞൊരു 5-6 കൊല്ലത്തിൽ ഒരു 50 രൂപ ഒരു പക്ഷേ അല്ലെങ്കിൽ 30 രൂപ 40 രൂപ കൂടിയിട്ടുണ്ട് പെട്രോളിന് തന്നെ. അപ്പൊ അങ്ങനെ ഒരു സാധനത്തിന് വില കൂടാണ്, കാലിത്തീറ്റയുടെ വില കൂടാണ്. അതേപോലെ തന്നെ ഇവർക്ക് വേണ്ട ആവശ്യം അല്ലെങ്കിൽ പിന്നെ ഇതിന്റെ പ്രൈസ് കൂടുന്നതനുസരിച്ച് അവിടുത്തെ എംപ്ലോയീസ് തന്നെ സമ്മനം ചെയ്ത് അവരുടെ സാലറി ഹൈക്ക് ചെയ്യാൻ പറയാണ്. അപ്പൊ ഇതിനൊക്കെ കാശ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇപ്പൊ ആൾക്കാരിന് ലാഭത്തിൽ ഓടണമെന്നുണ്ടെങ്കിൽ, കാരണം ഇവർക്ക് സാലറി കൊടുക്കണം, ഇതിന്റെയൊക്കെ കാശ് കൂടാണ്. ഈ കാശ് കൂടുന്നതനുസരിച്ച് ഈ പറഞ്ഞ പാൽക്കാരന് എന്ത് ചെയ്യും, ഈ പാൽക്കാരൻ ഇറക്കുന്ന പ്രൊഡക്ട്സിന്റെ കാശ് കൂട്ടേണ്ടി വരും. അങ്ങനെ കാശ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പൈസ കൂടുന്നതിനാണ് കോസ്റ്റ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ റോ മെറ്റീരിയൽസ്, ഈ പറഞ്ഞ പശുക്കളുടെ കാലിത്തീറ്റ ആവാം, അല്ലെങ്കിൽ പെട്രോളിന്റെ കാശാവാം, സാലറി കൂടുന്നതാവാം, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല് കൂടുന്നതാവാം, അല്ലെങ്കിൽ മെഷീനറീസിന്റെ കാശ് കൂടുന്നതാവാം. ഇതൊക്കെ കൊണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പാല് അല്ലെങ്കിൽ പാലിന് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നങ്ങള് അല്ലെങ്കിൽ അത് ഉണ്ടാക്കാനുള്ള കോസ്റ്റ് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ഈ പറഞ്ഞ പാൽക്കാരന് അല്ലെങ്കിൽ അതിനായിട്ട് മുടക്കേണ്ട കാശ് കൂടും. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഈ പാൽക്കാരന് ഈ പറഞ്ഞ സാധനങ്ങളുടെ വില കൂട്ടേണ്ടി വരും. അങ്ങനെ വില കൂടുന്നതിനാണ് കോസ്റ്റ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും പൈസ കൂടുന്നത് മാത്രമല്ലേ ഉള്ളൂ, പൈസ കുറഞ്ഞതിന് എന്ത് പറ്റുമെന്ന് നിങ്ങൾ ഇപ്പൊ ചിലപ്പോ വിചാരിച്ചിട്ടുണ്ടാവാം. പൈസ കുറയുന്നതിനാണ് ഡീഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ പൈസ കൂടുന്നത് എത്രത്തോളം പ്രശ്നമാണോ അതേപോലെ തന്നെ പ്രശ്നമാണ് പൈസ കുറയാന്നുള്ളത്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് അതും ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ ഞാനൊരു കാർ വാങ്ങാൻ വേണ്ടി ഇരിക്കുകയാണ്. ഈ വർഷം ഞാനൊരു കാർ വാങ്ങാൻ ഇരിക്കുകയാണ്. അപ്പോ ആ കാറിന്റെ വില എന്ന് പറയുന്നത്
ഒരു 10 ലക്ഷം രൂപ വിചാരിക്കാം. ഈ 10 ലക്ഷം രൂപയുടെ കാറ് നമ്മൾ എന്താണ് അടുത്ത വർഷം ഒരു 8-9 ലക്ഷം രൂപയാണ്. അത് കഴിഞ്ഞിട്ടുള്ള 8 ലക്ഷം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കുറഞ്ഞവരാണ്. സ്വാഭാവികമായിട്ട് ഞാൻ എന്തായിരിക്കും വിചാരിക്കുന്ന, ഇപ്പൊ 10 ലക്ഷം രൂപയില് അടുത്ത കൊല്ലം 9 ലക്ഷം രൂപ ആവില്ല, അപ്പൊ അടുത്ത കൊല്ലം വാങ്ങിച്ചാൽ മതിയില്ല എന്നുള്ളൊരു ചിന്ത എനിക്ക് വരും. അതേപോലെ എല്ലാ സാധനത്തിന്റെ വില കുറയാന്ന് വിചാരിക്കാം. സ്വാഭാവികമായിട്ട് എല്ലാവരും എന്ത് ചെയ്യും, കാശ് മുടക്കാൻ വേണ്ടി മടിക്കും. അപ്പൊ അടുത്ത കൊല്ലം ഈ 10 ലക്ഷം രൂപയുടെ കാറ് 11 ലക്ഷം രൂപയാണെങ്കിൽ എന്ത് ചെയ്യും, ഈ കൊല്ലം തന്നെ വാങ്ങിച്ചിടും. കാരണം അടുത്ത കൊല്ലം കാശ് കൂടുമെന്ന് എനിക്ക് അറിയാം. അപ്പൊ അതിനനുസരിച്ച് കാശ് കുറയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ പൈസ സ്പെൻഡ് ചെയ്യുന്നത് കുറയാണ്. ഇപ്പൊ നമുക്ക് പേഴ്സണലി ഒരു ഐ ടി ഫേം ഉണ്ട്. അപ്പൊ നമ്മള് ഈ കൊടുക്കുന്ന സർവീസുകളുടെ റേറ്റ് കുറയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ ഇപ്പൊ ഒരു പക്ഷേ എല്ലാവരും അല്ല, പക്ഷെ ഒട്ടുമിക്ക ആൾക്കാർ ഈ പറഞ്ഞ സാധനം വാങ്ങുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇന്ന് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് കോസ്റ്റ് കുറയുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ആൾക്കാർ സ്പെൻഡ് ചെയ്യാൻ എടുക്കും. അപ്പൊ നമുക്ക് നമ്മുടെ എംപ്ലോയീസിന് എന്ത് ചെയ്യും, നമുക്ക് സാലറി കൊടുക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ഒരു സർവീസ് അല്ലെങ്കിൽ നമുക്കൊരു വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണല്ലോ നമുക്ക് ഈ പറഞ്ഞ സാലറി എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആൾക്കാർ ഈ പറഞ്ഞ നമ്മുടെ സർവീസ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് ആണെന്ന് വിചാരിക്കാം, നമ്മുടെ പ്രൊഡക്റ്റ് ആൾക്കാർ വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വർഷം 100 പേര് വാങ്ങിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ഒരു 30 പേരാണ്, സ്വാഭാവികമായിട്ടും എന്റെ കമ്പനിയിൽ ഒരു 50 പേര് പണിയെടുക്കണമെങ്കിൽ ഒരു 20 പേരെ എനിക്ക് എന്ത് ചെയ്യും, തിരിച്ചു കൊണ്ടുവരും, അല്ലെങ്കിൽ ഒരു സാലറി കുറയ്ക്കേണ്ടി വരും. അതിന്റെ ഭാഗമായിട്ട് ആൾക്കാരിലായിട്ട് എന്ത് ചെയ്യും, കാശ് ഇല്ലാതെ അവരൊരു സിറ്റുവേഷനിലായിട്ട് എത്തും. അപ്പോ നിങ്ങൾ വിചാരിക്കണ്ടാവും, അപ്പൊ എന്ത് ചെയ്യും, ഇതിലെന്താണ് ചെയ്യാൻ പറ്റാന്നുള്ളത്. അപ്പൊ നമ്മുടെ എക്കണോമിക്സ് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ ലോകത്തിന്റെ എക്കണോമിക്സ് അതിനുവേണ്ടി ഒരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോ ഡെവലപ്ഡ് കൺട്രീസ്, ഇപ്പൊ ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറയുമ്പോൾ അമേരിക്കയൊക്കെ പോലത്തെ ഒരു ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറയുമ്പോൾ അവിടത്തെ ഒപ്റ്റിമം ലെവൽ, ഇൻഫ്ലേഷൻ വരാൻ പാകത്തിലുള്ള ഒരു ഒപ്റ്റിമം ലെവൽ എന്ന് പറയുന്നത് 2%. 2% എന്താണ്, 2%ത്തിലാണ് അവരുടെ ഒപ്റ്റിമം ലെവൽ. 2%ത്തിൽ അവർ എപ്പോഴും കീപ്പ് ചെയ്ത് പോകാന്നുള്ളതാണ്. അതേപോലെ നമ്മുടെ ഇന്ത്യ ഡെവലപ്പിംഗ് കൺട്രിയാണ്, ഡെവലപ്ഡ് അല്ല. ഡെവലപ്പിംഗ് കൺട്രീസിൽ ഒരു 4-8% ആയിരിക്കും ഇൻഫ്ലേഷൻ ലെവൽ എന്ന് പറയുന്നത്. അപ്പൊ ആ ലെവലിൽ കീപ്പ് ചെയ്തായിരിക്കും എന്ത് ചെയ്തത് പോവാ. അപ്പൊ ഇപ്പൊ ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാല്, ഗവൺമെന്റിന് ഈ പറഞ്ഞ ഇൻഫ്ലേഷൻ കൂടിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഡീഫ്ലേഷനിലായിട്ട് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനാണ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാങ്കുകൾ, ഇപ്പൊ ഒരുപാട് ബാങ്കുകൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ, ഈ ബാങ്കുകൾ ലോൺ കൊടുക്കുന്നുണ്ട്. ഈ ലോൺ കൊടുക്കാൻ വേണ്ടി ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോ ഈ ബാങ്കുകൾ പലപ്പോഴും ഈ പറഞ്ഞ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെ RBIയുടെ അടുത്ത് നിന്ന് പൈസ കടം വാങ്ങും. അപ്പൊ ഈ പൈസ ബാങ്കുകൾ കടം വാങ്ങുമ്പോൾ ഈ RBI ഒരു നിശ്ചിതമായിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബാങ്കിന്റെ നിന്ന് വാങ്ങുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇൻഫ്ലേഷൻ കൂടിക്കഴിഞ്ഞാൽ ഈ RBI എന്ത് ചെയ്യും, അതിന്റെ റെപ്പോ റേറ്റ് എന്നാണ് പറയുന്നത്. ഈ ഇൻട്രസ്റ്റ് ഈ പറയുന്ന ബാങ്കുകൾ RBIയുടെ നിന്ന് പൈസ കടം വാങ്ങുന്നുണ്ട്. ഈ കടം വാങ്ങുന്ന ഇതിന് കുറച്ച് കാശ് അവർ എന്ത് ചെയ്യും, ഇത്ര കൂടുതൽ കൊടുക്കേണ്ടി വരും. അതിനാണ് റെപ്പോ റേറ്റ്. ആ റെപ്പോ റേറ്റ് എന്ത് ചെയ്യും, അവർ ഇൻക്രീസ് ചെയ്യും. സ്വാഭാവികമായിട്ടും റെപ്പോ റേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ബാങ്കുകാർ എന്ത് ചെയ്യും, ബാങ്കുകാരുടെ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അപ്പൊ നമ്മള് ഇപ്പോ റെപ്പോ റേറ്റ്, ഈ RBI റെപ്പോ റേറ്റ് ഇൻക്രീസ് ചെയ്തു. അപ്പൊ സ്വാഭാവികമായിട്ടും ബാങ്കുകാർ എന്ത് ചെയ്തു, ഇൻട്രസ്റ്റ് ഇൻക്രീസ് ചെയ്തു. അപ്പൊ ഒരു 30-35% ആക്കി എന്ന് വിചാരിക്കാം ഈ പറഞ്ഞ ബാങ്കിന്റെ ഇൻട്രസ്റ്റ് ലോണിന്റെ. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പോയി ഒട്ടുമിക്ക ആൾക്കാരും ഈ പറഞ്ഞ ലോൺ എടുത്തിൽ കുറയും. കാരണം 30-35% ഒരു ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അല്ലെങ്കിൽ 30% ഇൻട്രസ്റ്റ് റേറ്റ് ഭയങ്കര ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റിലെ ആൾക്കാർ അതിലൊരു 100 പേര് വാങ്ങിച്ചുകൊണ്ടിരുന്ന ലോൺ ചിലപ്പോൾ അതിലൊരു 3-4-5 പേര് എന്ത് ചെയ്യുള്ളൂ, ലോൺ എടുക്കുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇന്ത്യയുടെ അകത്ത് അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിയുടെ അകത്ത് തന്നെയുള്ള ഒരു മണി സർക്കുലേഷൻ എന്ത് ചെയ്യും, കുറയും. അപ്പോ സ്വാഭാവികമായിട്ടും ഈ കൂടിപ്പോയ ഇൻഫ്ലേഷൻ എന്ത് ചെയ്യും, ഒരു പരിധി വരെ എന്ത് ചെയ്യും, കുറയ്ക്കാൻ പറ്റും. അതേപോലെ ഡീഫ്ലേഷനിലായിട്ട് എത്തിയെന്ന് വിചാരിക്കാം, പൈസയുടെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് പറ്റും, ഇവർ ഈ റെപ്പോ റേറ്റ് കുറയ്ക്കും. അപ്പോ ഈ പറഞ്ഞ ബാങ്കുകാർക്ക് എന്ത് ചെയ്യും, അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കേണ്ടി വരും. ചിലപ്പോൾ 7-8 എന്ത് ചെയ്യും, എത്തേണ്ടി വരും. അപ്പൊ ആ 8 എന്നുള്ള ഇൻട്രസ്റ്റ് റേറ്റ് എത്തുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും, ഈ 100 വരുന്നുള്ള ചിലപ്പോൾ 200 എന്ത് ചെയ്യും, ലോൺ എടുക്കും. അപ്പൊ ആൾക്കാരിൽ കാശ് എത്തും, അതിനൊരു മണി സർക്കുലേഷൻ നടക്കും. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഈ ഡീഫ്ലേഷനിലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എക്കണോമിനെ എന്ത് ചെയ്യും, അത് കുറച്ചുകൂടെ അപ്പറിലായിട്ട് അല്ലെങ്കിൽ ഇൻഫ്ലേഷനിലായിട്ട് ഒരു ഒപ്റ്റിമൽ ലെവൽ ഇൻഫ്ലേഷനിലായിട്ട് എന്ത് ചെയ്യും, എത്തിക്കാൻ പറ്റും. അതിൽ നിങ്ങൾ ചിലപ്പോ വിചാരിച്ചിട്ടുണ്ടാവും, എന്തുകൊണ്ട് ഈ 2% അല്ലെങ്കിൽ 6% എത്തി നിൽക്കണം എന്നുള്ളത്. ഇപ്പൊ ഒരു 0% നിന്ന പോലെ ഇപ്പൊ മൈനസ് ആയിട്ടും പോകുന്നില്ല, പ്ലസ് ആയിട്ടും പോകുന്നില്ല. 0-ത്തിൽ നിന്ന് കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം എന്ന് ചിലപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾ വിചാരിക്കണ്ടാവും.
പൂജ്യത്തിൽ നിന്നുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ പൂജ്യത്തിൽ നിൽക്കുമ്പോൾ എന്ത് ചെയ്യും, ഡീഫ്ലേഷനിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. കാരണം ഒന്ന് അങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, നിൽക്കേണ്ട ഒരു അവസ്ഥ വരും. അതുകൊണ്ടാണ് വളരെ പല കാര്യങ്ങളും നോക്കിയിട്ട് നമ്മുടെ എക്കണോമിസ്റ്റ് എന്ത് ചെയ്തത് ഈ 6% എന്നുള്ളത് ലെവലിലേക്ക് എന്ത് ചെയ്യുക, അതിൽ 4 to 8%, ഒരു 6% ഒപ്റ്റിമം എന്നുള്ള ഒരു സാധനം, അതിൽ 4 to 8%ആണ് ഡെവലപ്പിംഗ് കൺട്രീസിൽ എന്ത് ചെയ്തത് ഒരു ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോ നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല സ്റ്റേറ്റിലും പല ഇൻഫ്ലേഷൻ റേറ്റ് ആണ് വരുന്നത്. നമ്മുടെ കേരളത്തിൽ 6.7 ആണ്, ഇപ്പൊ മഹാരാഷ്ട്രയിൽ 3% ഉള്ളൂ. അപ്പൊ പല എന്ന് പറയുമ്പോൾ ഒരു ഒപ്റ്റിമൽ ലെവലല്ലേ മഹാരാഷ്ട്രയിൽ നിൽക്കുന്നത്. അതേപോലെ പല സ്ഥലത്തും പല എന്താണ് ഇൻഫ്ലേഷൻ ആണ്. ഇപ്പൊ നമ്മുടെ ഇന്ത്യയുടെ ആവറേജ് ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ 6% ആണ് ഇപ്പൊ നിലവിൽ. അപ്പോ അതുകൊണ്ടാണ് നമ്മൾ പൈസ സേവ് ചെയ്ത് വെക്കരുതെന്ന് പറയുന്നത്. കാരണം പൈസ സേവ് ചെയ്ത് വെച്ച പ്രശ്നം, ഇപ്പൊ എന്തെങ്കിലും ഒരു 10 ലക്ഷം രൂപ കിട്ടി, ഈ 10 ലക്ഷം രൂപയുടെ ഇപ്പത്തെ വിലയല്ലേ ഇപ്പോൾ ഒരു പർച്ചേസിങ് പവർ അല്ലായിരിക്കും എന്ത് ചെയ്തത് 10 കൊല്ലം കഴിഞ്ഞ്. 10 കൊല്ലം കഴിഞ്ഞ് ഇപ്പൊ ഒരു 10 ലക്ഷക്ക് എനിക്കൊരു കാർ എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 10 കൊല്ലം കഴിയുമ്പോൾ ആ സെയിം ബിൽഡ് ക്വാളിറ്റി അല്ലെങ്കിൽ ആ സെയിം ക്വാളിറ്റിയുടെ കാർ എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. കാരണം ഓരോ കൊല്ലം അല്ലെങ്കിൽ 10 കൊല്ലം കഴിയുമ്പോൾ ഈ പറഞ്ഞ പൈസയുടെ മൂല്യം എന്താണ്, കുറയപ്പെടാണ്. അതുകൊണ്ടാണ് പൈസ സേവ് ചെയ്ത് വെക്കരുത്. സേവ് ചെയ്ത് വെക്കുക എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുന്നത്. ഒരു 6% അല്ലെങ്കിൽ ഒരു 10 അല്ലെങ്കിൽ അതിന് മേലിലായിട്ട് ഒരു റിട്ടേൺ കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് എന്താണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറയാണ്. അതിന്റെ മെയിൻ കാരണം എന്താന്ന് പറഞ്ഞാൽ പൈസയുടെ ഇൻഫ്ലേഷന്റെ ഒപ്പം കീപ്പ് ചെയ്ത് എന്ത് ചെയ്യണം, നമ്മുടെ പൈസ നിൽക്കണം. അതാണ് നമ്മൾ അതിനെ പറ്റി. അപ്പൊ നമ്മൾ ഇതിനെപ്പറ്റി അല്ലെങ്കിൽ എങ്ങനെ ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ മണി മാനേജ് ചെയ്യാം, അങ്ങനെ ഒരുപാട് കണ്ടന്റ് നമ്മൾ പതുക്കെ ഇട്ട് തുടങ്ങുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ ഇപ്പൊ ഇൻഫ്ലേഷൻ എന്താണ്, ഇപ്പൊ ബേസിക് ആയിട്ടുള്ള സാധനമാണ് ഇൻഫ്ലേഷൻ എന്നുള്ളത്. ഇൻഫ്ലേഷൻ എന്താന്ന് ഒന്ന് ബേസിക് ആയിട്ട് അറിഞ്ഞിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ എങ്ങനെ പൈസ മാനേജ് ചെയ്യുന്നത് തുടക്കം വരുന്നുള്ളൂ. അപ്പോ അത് നമ്മൾ ബേസിക് ആയിട്ട് ഓരോ കാര്യം പറഞ്ഞായിരിക്കും നമ്മൾ ഓരോ വീഡിയോസുകളെയും എന്ത് ചെയ്ത് പോയിക്കൊണ്ടിരിക്കാം. അപ്പോ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് നിങ്ങളൊരു അഭിപ്രായം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് പറയണ രീതി എന്തെങ്കിലും മാറ്റാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോ അടുത്ത വീഡിയോക്ക് വരെ ഗുഡ് ബൈ.